ചതി ഒരിക്കലും കതിറാകില്ല. നാം അധിവസിക്കുന്ന ഈ ലോകം ചതിയുടെയും വഞ്ചനയുടെയും ഈറ്റില്ലമായി നിലനിൽക്കുകയാണ്. മനുഷ്യൻ മനുഷ്യനെ ചതിച്ച് കോടികൾ കരുതി വയ്ക്കുവാനും നേടിയെടുക്കുവാനും പരിശ്രമിക്കുമ്പോൾ അവൻ അറിയുന്നില്ല, അവൻ ഒരുക്കുന്ന ഈ ചതിക്കുഴി അവന് വിനാശമായി തീരുമെന്ന്. സ്വാർത്ഥ ലാഭത്തിനായി പണക്കൊതി കൊണ്ട് മനുഷ്യൻ മനുഷ്യനെ ചതിച്ച് ഈ ലോകത്തിൽ വളരെ ശക്തമായി വാഴുകയാണ്. ക്രിസ്തുനാഥനെ ഒറ്റിക്കൊടുത്ത യൂദയും ഒരു കപ്പ് പാൽപായസത്തിന് വേണ്ടി സ്വന്തം ജ്യേഷ്ഠാവകാശം തട്ടിപ്പറിച്ച യാക്കോബും പണക്കൊതി മൂത്ത് ശിംശോന്റെ ശക്തിയെ ഏതിൽ നിന്നാണെന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ച ദലീലയും ചതിയുടെ ആൾരൂപങ്ങളാണ്. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും മനുഷ്യൻ മണിമാളികകളും സൗധങ്ങളും പടുത്തുയർത്തുന്നു. അന്യായമായി സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ നിലനിൽക്കില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. കള്ളം പറഞ്ഞും കൈക്കൂലി വാങ്ങിയും മനുഷ്യൻ കോടികൾ സമ്പാദിക്കുന്നു. അപ്രകാരം സമ്പാദിക്കുന്നതൊന്നും സ്വജീവിതത്തിൽ ഉപകരിക്കുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരുടെ നല്ല ഭാവിയെ ദ്രോഹിക്കുന്ന ഒരു സമൂഹം ഇന്ന് വളർന്നു വരികയാണ്. എങ്ങനെയും അടുത്തവന്റെ ജീവിതത്തെ നശിപ്പിക്കുക എന്ന സ്വാർത്ഥമായ ചിന്ത മാത്രമാണ് ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്. അയൽപക്കത്തുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റ് കണ്ടെത്തുവാൻ ശ്രമിക്കുകയും പരമാവധി അവന്റെ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുസ്ഥിതി ഇന്ന് വളർന്നു വരികയാണ്. സ്വന്തം മക്കൾ ഒരു തെറ്റ് ചെയ്താൽ തെറ്റല്ല എന്ന് വ്യാഖ്യാനിക്കുകയും അവരെന്റെ മക്കൾ ഏതെങ്കിലും തെറ്റുകളിൽ അകപ്പെട്ടു പോയാൽ അവന്റെ ജീവിതത്തെ പരമാവധി നശിപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന മനുഷ്യക്കോലങ്ങൾ ഇന്നിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. എങ്ങനെയും മറ്റുള്ളവന്റെ ഉയർച്ചയെ തടസ്സം ചെയ്യുവാനും അവനെ നശിപ്പിക്കുവാനും ശ്രമിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെയാണ് വീഴാൻ പോകുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. സദൃശ്യവാക്യം 26:27 കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. അതെ, നീ കുഴിക്കുന്ന കുഴിയിൽ നീ തന്നെ വീഴും. ജീവിതയാത്രയിൽ മറ്റുള്ളവനെ വേദനിപ്പിച്ചും ചതിച്ചും വഞ്ചിച്ചും തലമുറയ്ക്ക് ഒന്നും ഉണ്ടാക്കാതിരിക്കൂ. കാരണം അവർ സ്വസ്ഥത അനുഭവിക്കട്ടെ. ഈ സമ്പാദിക്കുന്നതൊന്നും തലമുറയ്ക്ക് ഉപകരിക്കുകയില്ല. നേരായ മാർഗത്തിലൂടെ സമ്പാദിക്കൂ, അത് തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരും. ചതിയും വഞ്ചനയും ഒഴിവാക്കൂ. ചതി ഒരിക്കലും കതിറാകില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.